തൃശ്ശൂരിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ്. പിറന്നാൾ ആഘോഷത്തിൻ്റെ പേരിൽ ഗുണ്ടകൾ ഒത്തുകൂടിയതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. കൊട്ടേഷൻ, കവർച്ച, പിടിച്ചുപറി എന്നിവ ആസൂത്രണം ചെയ്യുകയായിരുന്നു പദ്ധതി. ഗുണ്ട മീറ്റപ്പിനെ കുറിച്ച് അറിഞ്ഞ പോലീസ് വീട് വളഞ്ഞ് ക്രിമിനൽ സംഘത്തെ പൊക്കി. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ 34 പേരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വൻ ഗുണ്ടാ സംഘം പിടിയിലായത്. ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ പേരിലാണ് ക്രിമിനൽ സംഘങ്ങൾ തൃശൂരിൽ ഒത്തുകൂടിയത്. ഇതറിഞ്ഞ് പോലീസ് വീട് വളഞ്ഞു. 100ഓളം വരുന്ന പോലീസുകാർ ആയുധങ്ങളുമായി വീട് വളഞ്ഞതോടെ ക്രിമിനൽ സംഘങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ 34 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 20 പേർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇവരിൽ നിന്ന് വടിവാൾ, ഇരുമ്പുകമ്പി, ഇരുമ്പ് പൈപ്പ്, മരവടി, പട്ടിക, കുരുമുളക് പൊടി എന്നിവ കണ്ടെടുത്തു. 4 കാറുകളും 14 ബൈക്കുകളും 33 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ക്രിമിനൽ സംഘങ്ങൾ ഒത്തുകൂടുകയായിരുന്നു. ഇവർ വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ടെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. ആനന്ദപുരം സ്വദേശികളായ അനുരാജ്, സുനിൽകുമാർ, വിജിത് വിജയൻ, ഗോകുൽ, പ്രണവ്, സന്തോഷ്, റിൻഡോ, ബിബിൻ, ഹെൻറി, അർജുൻ, വെള്ളാങ്കന്നൂർ സ്വദേശികളായ ഷാഹിദ്, ഹിദിൻ, മാർട്ടിൻ, നസീം, അദിത്, ആൻസൺ, നവാസ്, എഡ്വിൻ, അശ്വിൻ, കല്ലേറ്റുകര സ്വദേശികളായ ആൽബർട്ട്, ഷാഹിൻ, ഹുസൈൻ, നടത്തറ സ്വദേശി ഉണ്ണി, മൂര്യാട് സ്വദേശികളായ സൂരജ്, അയ്യപ്പദാസ്, പുത്തഞ്ചിറ സ്വദേശി രൺദീപ്, ചൂരപ്പെട്ടി സ്വദേശി ഷിബിൻ, പൊറത്തിശ്ശേരി സ്വദേശി സൂരജ്, കാട്ടൂർ സ്വദേശി വിമൽ, അഞ്ചേരി സ്വദേശി സനൂപ്, ഇരിങ്ങാലക്കുട സ്വദേശികളായ ധനീഷ്, നിഖിൽ, ഷാരോൺ ദാസ്, പള്ളം സ്വദേശി ഷാരോൺ എന്നിവരാണ് പിടിയിലായത്. സംഘടിത ക്രൈം സിൻഡിക്കേറ്റാണ് ഇവരെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ചെടുക്കാം. ഒരാളെ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇവർ മുഴുവൻ പേര് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ കൂടിയ സ്ഥലം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. അവർ ഒരുമിച്ചെത്തിയതിനു ശേഷമാണ് ഇന്നലെ രാത്രിയിൽ ഒരു ജോയിന്റ് ഓപ്പറേഷനിലൂടെ ഇവരെല്ലാം പിടിച്ചത്. ഇവർക്കൊപ്പം 14 മോട്ടോർ സൈക്കിളുകൾ, 4 കാറുകൾ, മാരകായുധങ്ങൾ, മുളക് പൊടി പോലുള്ള സാധനങ്ങൾ, വടിവാളുകൾ, ഇവരുടെ കൈവശം മറ്റു ചില മയക്കുമരുന്നുകൾ. ഇവർ പലരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. കരുവന്നൂർ പനംകുളത്ത് നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഇവർ അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള ചില സൂചനകൾ ലഭിച്ചതായും SP ബി കൃഷ്ണകുമാർ പറഞ്ഞു. പിടിയിലായവരിൽ കൊടകര കുഴൽപ്പണക്കേസ് പ്രതിയുമുണ്ട്. വൻ കവർച്ചയ്ക്ക് സംഘം ലക്ഷ്യമിട്ടതായാണ് പ്രാഥമിക നിഗമനം. ഒന്നിലധികം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾ കവർച്ചയ്ക്ക് ലക്ഷ്യമിട്ടെന്നാണ് സൂചന. ഒരു ക്വട്ടേഷൻ ആക്രമണത്തിന് കൂടി സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് സംശയിക്കുന്നു. പ്രതികളുടെ മറ്റ് ബന്ധങ്ങളും അന്വേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് ഗുണ്ടാസംഘം ഒത്തുചേർന്നത് ഗൌരവമായി കണക്കാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.